ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂൺ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി BSc മാത്സിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇന്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. ഇവാലുവേറ്റ് d by dx ഓഫ് ഇന്റഗ്രൽ 1 to sin x 3t² dt. നോക്കൂ, ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഉള്ള പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്, ഇന്റഗ്രൽ ഉണ്ട്. ഇങ്ങനെ ഡെറിവേറ്റീവും ഇന്റഗ്രലും ഒരുമിച്ച് വന്നാൽ നമ്മൾ മിക്ക കേസിലും എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, പാർട്ട് 1 അല്ലെങ്കിൽ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് നമ്മൾ പറയാറുണ്ട്. ഇനി നോക്കൂ, എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്? ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ലെവൽ എ ബി. ഓക്കെ, ഈ ക്ലോസ്ഡ് ലെവൽ എ കോമ ബി എന്നുള്ള ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ്. അങ്ങനെയാണെങ്കിൽ ഈ എഫിനെ നമ്മൾ എന്ത് ചെയ്യുക? എ മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ എഫിന് തന്നിരിക്കുന്ന എഫിന് എ മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഒരു പുതിയ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടും. ഓക്കെ, ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് ഒരു ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. എവിടെ? ക്ലോസ് ലെവൽ എ ബി എന്നുള്ള പോയിന്റിൽ ഏത് പോയിന്റിലും ഈ ക്യാപിറ്റൽ എഫിന് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രലിന് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ഇനി ഈ എഫിന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഈ എഫിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അത് ഈ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടിക്ക് നിങ്ങൾ എക്സ് കൊടുത്താൽ മതി. എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവും ഇന്റഗ്രലും ഒരുമിച്ച് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും താഴെ, ഇവിടെ ഒരു എക്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എഫ് എന്നുള്ള ഫംഗ്ഷനിൽ വേരിയബിൾ ടീനെ നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഏതാണോ വേരിയബിൾ അതിനെ മാറ്റി എന്ത് ചെയ്യുക? ഇവിടെ ഉള്ള വേരിയബിൾ കൊടുത്താൽ മതി. എന്ന് പറയുമ്പോൾ എഫ് ഓ ഇവിടെയുള്ള വേരിയബിൾ ടിക്ക് പകരം ഇവിടെയുള്ള എക്സ് കൊടുത്താൽ മതി. അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അപ്പൊ നോക്കൂ, നമുക്ക് ഡെറിവേറ്റീവും ഇന്റഗ്രലും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ 3t² ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫംഗ്ഷനിൽ നിങ്ങൾ ടിക്ക് പകരം ഇവിടെയുള്ള എക്സ് കൊടുത്താൽ മതി. പക്ഷെ അവിടെ എക്സ് അല്ല ഉള്ളത്, എന്താണ്? സൈൻ എക്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ എക്സിനെ സൈൻ എക്സിനെ ഒറ്റ വേരിയബിൾ ആക്കി മാറ്റണം. എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ ഒറ്റ വേരിയബിൾ എക്സ്, ഇവിടെ സൈൻ എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ സൈൻ എക്സിന് എന്തെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു? സൈൻ എക്സിന് യു എന്ന് കൊടുത്തു. ഓക്കെ, സൈൻ എക്സിന് ഞാൻ എന്ത് ചെയ്തു? യു എന്ന് കൊടുത്തു. Okay, put sin x equal to u. Okay, put u equal to sin x. ഇനി നോക്കൂ, നമുക്കറിയാം, നമുക്ക് ചെയിൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. dy by dx എന്താണ്? dy by dx എന്താണ്? നോക്കൂ, നമുക്ക് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറത്തിൽ നമുക്ക് d by dx, ഓക്കെ, d by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കൂ, dy by dx എന്താണ്? നമുക്കറിയാം dy by du into du by dx ആണ്. എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ du ക്യാൻസൽ ചെയ്താൽ നമുക്ക് dy by dx തന്നെ ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് dy by dx നെ dy by du into du by dx ഉള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി നോക്കൂ ഇവിടെ d by du off. നോക്കൂ, ഇവിടെ y നമ്മൾ എന്തായിരിക്കും? നോക്കൂ, നമ്മൾ y എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുക? നോക്കൂ, ഇന്റഗ്രൽ a to x എഫ് ഓഫ് ടി ഡി ടി ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നോക്കൂ, ഇന്റഗ്രൽ 1 to സൈൻ എക്സ് നമ്മൾ യു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രൽ 1 to u, ഓക്കെ, ഇന്റഗ്രൽ 1 to u, ഓക്കെ, അവിടെ സൈൻ എക്സ് ഉണ്ടായിരുന്നു, സൈൻ എക്സ് നമ്മൾ യു എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്റഗ്രൽ 1 to u 3, സോ 3t² dt. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ വൈക്ക് പകരം എന്താണ് കൊടുത്തത്? ഇന്റഗ്രൽ 1 to സൈൻ എക്സിന് ഇവിടെ യു എന്ന് കൊടുത്തു, 3t² dt. ഓക്കെ, ഇൻറ്റു പിന്നെ ഇവിടെ d by dx ഓഫ് യു ഉണ്ടല്ലോ. എന്ന് പറയുമ്പോൾ d by dx ഓഫ് യു ഉണ്ടല്ലോ. പറയുമ്പോൾ d by dx ഓഫ്, നോക്കൂ, ഇവിടെ യു എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പൊ നമ്മൾ സൈൻ എക്സ് അവിടെ പുട്ട് ചെയ്യാം. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡെറിവേറ്റീവ് ഉണ്ട്, ഒരു ഇന്റഗ്രൽ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫണ്ടമെന്റൽ തിയറി പ്രകാരം ഈ ഡെറിവേറ്റീവും ഇന്റഗ്രലും ഒരുമിച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫംഗ്ഷനിൽ വേരിയബിൾ ടിക്ക് പകരം ഇവിടത്തെ വേരിയബിൾ കൊടുത്താൽ മതി. എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റ വേരിയബിൾ ആണുള്ളത്, യു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷനിൽ ടി മാറ്റി യു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ എന്തായിരിക്കും? 3u². ഓക്കെ, 3t² വരെ ടിക്ക് യു കൊടുത്താൽ മതി. 3u² ഇൻറ്റു ഇവിടെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം, അത് കോസ് എക്സ് ആണ്. കോസ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? യുവിന് തിരിച്ച് വാല്യൂ കൊടുക്കുക. നമ്മൾ യുവിന് എന്തായിരുന്നു പുട്ട് ചെയ്തത്? സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു യുവിന് നമ്മൾ സൈൻ എക്സ് എന്ന് തിരിച്ചു കൊടുക്കുക.
ഇവിടെ സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഇടുക ഇൻറ്റു കോസ് എക്സ്. നോക്കൂ, ഞാൻ ഈ കോസ് എക്സിന് ആദ്യം എഴുതി 3 cos x ഇൻറ്റു നോക്കൂ സൈൻ എക്സ് ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിളായിട്ട് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, 3 cos x ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്.